എന്നാൽ ഗാന്ധിജിയുടെ പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരമായിട്ട് സഹകരിക്കാത്ത ഗോവക്കരുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയി അങ്ങ് വളഞ്ഞു നിന്ന, കുനിഞ്ഞു നിന്ന, അങ്ങ് താണു വളർന്ന് വിളക്ക് കത്തിച്ച ആളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഷാദർ ഖാൻ ഇതിന് അരങ്ങൊരുക്കിയതാരാണ്? രാജേന്ദ്ര ആർലേക്കർ അല്ല ചരിത്രത്തിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ കൈകടത്തി സ്വന്തം താല്പര്യം നിറവേറ്റുന്നത്. അത് തുടങ്ങി വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു സമ്മതിയുടെ നിർമ്മിതി ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളടക്കം പ്രയത്നിച്ചോ? അതിന്റെ തുടർച്ചയാണോ ഈ കാണുന്നത്? അഭിലാഷ്, ഒന്നാമതായി പറയട്ടെ, അരുൺകുമാറിൻ്റെ അറിവിലേക്കായി പറയാം. ഞാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സേവ് എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിൻ്റെയും ഇപ്പോൾ വിദ്യാഭ്യാസ സ്നേഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെയും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, ഈ സാഹചര്യം സൃഷ്ടിച്ചത് സംഘപരിവാറിൻ്റെ നയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി ഗവൺമെൻറ് നടപ്പാക്കിയതിനെ തുടർന്നാണ്. ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുന്നു, PMCയുടെ MOUയിൽ ഒപ്പുവെച്ചു എന്ന കുറ്റകരമായ കാര്യം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്, ശ്രീ ശിവൻകുട്ടിയാണ് എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ അരുൺകുമാറിന് സംസാരിക്കാനാവില്ല. ശരി, മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതിയിൽ MOU ഒപ്പുവെച്ചതാരാണ്? ഈ പറയുന്ന സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പാക്കാൻ അനുകൂലമായ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് ശ്രീ പിണറായി സർക്കാരായിരുന്നു എന്ന കാര്യം തർക്കമറ്റതാണ്. അതെന്തൊക്കെ അരുൺകുമാർ പറഞ്ഞാലും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് തന്നെ വഴിപിഴയ്ക്കുകയാണ്. ആ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് തന്നെ ഈ പറയുന്ന വർഗീയവാദികളെ ഈ തിരികെ കയറ്റാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രശ്നം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാനാവും? സർവകലാശാലകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സവർക്കറുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഈ പറയുന്ന ഗോപിനാഥ് ഉൾപ്പെടെയുള്ള അന്നത്തെ വൈസ് ചാൻസലർ CPM-ന്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ആളുകൾ. എനിക്ക് അക്കാര്യത്തിലൊരു എതിരഭിപ്രായം എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് ഉയരാറുണ്ട്, പക്ഷേ അത് ആ സമയത്ത് ഇടപെടാറില്ല. പക്ഷേ അതിനകത്ത് ശ്രീ ഷാദർ ഖാനെ പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ രാഷ്ട്രമീമാംസ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറേ പേപ്പറുകളുണ്ട്. അതിലൊരു പേപ്പർ പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ എന്ന ഒരു പേപ്പർ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അതിൽ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഒക്കെ ടെക്സ്റ്റുകൾക്ക് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ നാസിസത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഹിന്ദു ഫണ്ടമെന്റലിസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെക്കുറിച്ചോ വിദ്യാർത്ഥികൾ പഠിക്കാൻ പാടില്ല, സവർക്കർ ഗോൾവാൾക്കർ തുടങ്ങിയ പദങ്ങൾ പാഠ്യപദ്ധതിയിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ബിരുദാനന്തര ബിരുദത്തിനോ അതിനു മുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ പ്രവർത്തകർ അഡ്വൈസ് ചെയ്യും. എനിക്കറിയില്ല, അത് കൗതുകകരമാണ്. അല്ല, അതെ അഭിലാഷ്, അതിൻ്റെ പ്രശ്നം ഇതാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ ഒന്നാമത്തെ പ്രശ്നം എന്താ? നമ്മൾ നേരിടുന്നത് കാവ്യവൽക്കരണമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ പറയുന്ന സംഘപരിവാർ അജണ്ട വരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ മതേതര ശാസ്ത്രീയ ജനാധിപത്യ സങ്കല്പങ്ങൾ എടുത്തു കളയപ്പെടുന്നു. ആ വെല്ലുവിളി നമ്മൾ നേരിടാൻ എങ്ങനെ നമുക്കതിനെ മറികടക്കാനാകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സവർക്കറുടെ ചരിത്ര സംഭാവന എന്താണെന്ന് നമുക്ക് എവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ പാഠങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ പാഠം പൊളിറ്റിക്കൽ ഫിലോസഫി ഇന്ത്യയിൽ ഉണ്ട് എന്ന് പൊളിറ്റിക്കൽ സയൻസ് PG വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ? പൊളിറ്റിക്കൽ ഫിലോസഫി ഹിന്ദുത്വം ഇല്ലാണ്ടാവോ? അല്ലല്ല, നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫിലോസഫി പഠിപ്പിച്ച് നമ്മൾ എതിർക്കുമല്ലോ. ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഇസ്ലാമിസത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. മൗദൂദി ഇത്തരം പുസ്തകങ്ങൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സൈനുൽ ഖുതുബിന്റെ മൗദൂദിയുടെ ഒക്കെ പുസ്തകങ്ങൾ ഇതാണെന്നും അത് ഫിലോസഫി അല്ലല്ലോ പഠിക്കുന്നത്, പഠിക്കണ്ടേ? അല്ലല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് ഇസ്ലാമിക് തോട്ട്സ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിലോസഫി അതിന്റെ പൊളിറ്റിക്കൽ വശം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദിയും ഖുതുബും ഒക്കെ ഉണ്ട് എന്നും ഇവരുടെ ടെക്സ്റ്റുകൾ ഇതാണെന്നും പഠിക്കേണ്ട വിദ്യാർത്ഥികളെ സിലബസ് നിശ്ചയിക്കുമ്പോൾ അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ചരിത്രബോധം നൽകുക, ഏറ്റവും മികച്ച തത്വശാസ്ത്രങ്ങളിലൂടെ ഏറ്റവും ആധുനികമായ തത്വചിന്താധാരകളിലൂടെ കടന്നു പോകാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ആ സങ്കല്പങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈ പറഞ്ഞ വർഗീയ വിഷലിപ്തമായ ആശയങ്ങൾ കൊടുക്കുകയും എന്നാൽ ഗാന്ധിജിയുടെ പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ട്. നമ്മളതിനെ നിഷ്കളങ്കമായി നമുക്കതിനെ കാണാനാവില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സിലബസ് നിശ്ചയിക്കും. നമുക്ക് എന്ത് വേണം പഠിക്കാം, അത് ഔട്ട് ഓഫ് സിലബസ് പഠിക്കാം.
എക്സ്ട്രാ ആയിട്ട് പഠിക്കാമല്ലോ കുട്ടികൾക്ക്. സജസ്റ്റഡ് റീഡിംഗ് ആയിരുന്നു ഇത്, അല്ലാതെ ആ പുസ്തകങ്ങൾ കമ്പോട് കമ്പ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചില്ല. സിലബസിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തുന്നത്. ഞാൻ സവർക്കറുടെ പാഠപുസ്തകങ്ങൾ വായിക്കില്ല. സിലബസിൽ സജസ്റ്റഡ് റീഡിംഗ് അല്ലേ? അല്ല, സജസ്റ്റഡ് റീഡിംഗ് എന്ന് പറഞ്ഞത് ഔദ്യോഗികമായി സിലബസിന്റെ ഭാഗമാക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് അന്നത് ഒരു വലിയ വിവാദമായി ഉയർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നിഷ്കർഷ പാലിക്കണം. കാരണം കേരളം ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ മതേതര സംസ്കാരത്തിന് പേരുകെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ സർവകലാശാലകളിലെ പാഠപുസ്തകങ്ങളാണെങ്കിൽ പോലും അവിടെ നിശ്ചയിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. അതല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നേരത്തെ രാജീവ് പറഞ്ഞല്ലോ, ഇപ്പോൾ വളരെ സ്വീകാര്യമായിരിക്കുന്നു സംഘപരിവാർ ഈ പറയുന്ന CR പ്രസാദിനെ പോലെ ഒരാൾക്ക് പോലും അവിടെ പോയി ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ ഒരു ലജ്ജയും തോന്നിയില്ല. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്, SFIയിലൂടെ വന്ന ആളാണ്, CPMന്റെ വക്താക്കളിൽ ഒരാളായിരുന്നു, അവരുടെ നോമിനി ആയിരുന്നു. അങ്ങനെ വന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് കാണേണ്ട കാര്യമല്ല. ശ്രീ രാജു പി നായർ, അപ്പോൾ എന്തായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചരിത്രമടക്കമുള്ള കാര്യങ്ങളിൽ ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കലാണ്. ഇത്രയും കാലം വഴിതെറ്റിക്കുകയായിരുന്നു. അപ്പോൾ വഴിതെറ്റിപ്പോയവരെ അല്ലെങ്കിൽ വഴിതെറ്റിയ വിദ്യാഭ്യാസത്തെ നേരെ പിടിച്ചു നിർത്താനാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യും എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. ഞാൻ അതിലേക്ക് എത്താൻ മുമ്പായിട്ട് ഞാൻ ഇവിടെ ചർച്ചയിൽ ഈ മോഹൻ കുന്നുമ്പലും CR പ്രസാദ് മറ്റേതും ഷാജഹാനും പറഞ്ഞു, PR പ്രസാദിനെ പറഞ്ഞു, ഇവരെ എല്ലാം കൊണ്ടുവന്നത് ഇടതുപക്ഷമായിരുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരിയല്ല, CPM ആയിരുന്നു, പിണറായി വിജയനായിരുന്നു പറഞ്ഞപ്പോൾ അതിനൊന്നും മറുപടിയില്ലാത്ത അരുൺകുമാർ കോൺഗ്രസിനെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവിനെ ആക്രമിക്കുക. എന്നാലോചിച്ച് നോക്കുക, എന്നെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അരുൺകുമാർ ഇവിടെ പറഞ്ഞത്. ഭാരതാംബ വിഷയത്തിൽ ഞാൻ ചാൻസലറെ പിന്തുണച്ചു എന്നാണ് പറഞ്ഞത്. അരുൺകുമാറെ ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അരുൺകുമാർ ഒരു ജന്മം കൂടി എടുക്കണം പറയാൻ. മനസ്സിലായി, ഒരു ജന്മം കൂടി എടുത്താലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഭാരതാംബ എന്ന് പറയുന്ന ഉച്ചക്കിറുക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ വികൃതമാക്കിയ ഗവർണർക്കെതിരെ കേസെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയണമെങ്കിൽ അരുൺകുമാർ ഒന്നുകൂടി ജനിക്കണം. അത്ര കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ ചെവിക്ക് പിടിക്കുമായിരുന്നു. ADGP അജിത് കുമാർ 2 തീവ്രവാദികളായിട്ടുള്ള 2 നേതാക്കന്മാരെ, റാം മാധവനെയും അതുപോലെ തന്നെ ഹൊസാബിലെയും കണ്ട തീവ്രവാദികളായ നേതാക്കന്മാരെ കണ്ട അജിത് കുമാറിനെ ഒക്കെ തിരുത്തിക്കൊണ്ടല്ലേ ഈ ഗവർണറെ എതിരെ മിണ്ടാതിരുന്നത്? നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, ശ്രീ അഭിലാഷ് ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചൊരു കാര്യം, സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം? സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കുന്നതിൽ കുഴപ്പമുണ്ട്. കാരണം സവർക്കറുടെ പുസ്തകം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായ മതേതരത്വത്തിനെയും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് നയങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജാതീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടിനെയും ഘടകവിരുദ്ധമാണ് RSSന്റെ നിലപാട്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്നും അതിന് മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടന ആയിരിക്കേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്ത വാദങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമല്ലേ? അല്ല, എന്റെ ഒരു സംശയമാണ്, ആ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സജസ്റ്റഡ് റീഡിംഗ് ആയി കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ മുസോളിനി എന്ന് പറഞ്ഞ കാര്യങ്ങളും ഹോളോകോസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ലല്ലോ. സമയം കളയണ്ട. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുള്ളത് ക്രിട്ടിക്കൽ വ്യൂ ആണ്. സവർക്കറിനെ കുറിച്ച് പഠിക്കാം. സവർക്കറിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ വ്യൂ ആണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത, ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമെന്ന് പറഞ്ഞ, ഇന്ത്യയിൽ ഒറ്റ നിയമമല്ല നടപ്പാക്കേണ്ടത് മറിച്ച് ജാതിയുടെ നിയമമാണ് നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞ സംഘപരിവാറിനെയും സവർക്കറിനെയും കുറിച്ചുള്ള വിമർശനാത്മകമായ പുസ്തകങ്ങളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനി അത് പഠിക്കുമ്പോൾ ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ സജസ്റ്റഡ് റീഡിംഗിൽ പോയി സവർക്കറിനെ വായിച്ചോട്ടെ. അങ്ങനെ തന്നെയാണ്. RSSന്റെ പുസ്തകം വായിക്കുന്ന ആളാണ്. RSSനെ എതിർക്കണമെങ്കിൽ പറയട്ടെ, RSSനെ എതിർക്കണമെങ്കിൽ RSSനെ പഠിക്കാൻ ഞാൻ RSSന്റെ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ്. ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കുന്ന ആളാണ്. കാരണം ഇവരെ എതിർക്കണമെങ്കിൽ ഇവരെന്താണ് എന്നുള്ളത് പഠിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂണിവേഴ്സിറ്റികളിൽ അവരുടെ വാദങ്ങളും അവരുടെ പുസ്തകങ്ങളും പഠിപ്പിക്കുക അല്ല വേണ്ടത്. പകരം ക്രിട്ടിക്കൽ വ്യൂ ആണ് പഠിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിനകത്തുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചു, ഓട് പൊളിച്ചു വന്നതല്ല. ശരിയാണ്, അത് ഞാൻ അനുകൂലിക്കുകയാണ്. ഓട് പൊളിച്ചു വന്നതല്ല, നിങ്ങൾ വോട്ട് കൊള്ളയിലൂടെ വന്നവരാണ്. 3 പ്രാവശ്യം വന്നത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സമയമാണത്. അപ്പോൾ ഓട് പൊളിച്ചല്ല, വോട്ട് കൊള്ളയിലൂടെ വന്നതാണ്. അവിടെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ
ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നതിനെ ഏറ്റവും ശക്തമായി എതിർക്കണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഗവർണർ BJPയുടെ ആൾക്കാരെ തള്ളിക്കയറ്റാനും അതേസമയം തന്നെ CPM അവരുടെ ആൾക്കാരെ തള്ളിക്കയറ്റാനും നോക്കി. 10 വർഷം യൂണിവേഴ്സിറ്റികളിൽ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കാത്ത 10 വർഷമായിരുന്നു. നമ്മുടെ 64 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. അറിയില്ലേ? ഇവർ ഭരണം വിട്ടു പോകുമ്പോൾ 64 ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ലായിരുന്നു. എന്തായിരുന്നു ഈ രണ്ടു പേരുടെയും ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള തർക്കം? അതിൽ അക്കാഡമിക്സ് മറന്നു. അതിന്റെ ദുരന്തം എന്താ ഉണ്ടായത്? നമ്മുടെ കുട്ടികൾ അനുഭവിച്ചു. കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവരെല്ലാവരും ഉന്നത പഠനത്തിന് കേരളം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ അടിസ്ഥാനപരമായ നയം എന്താ? ഞങ്ങളുടെ അടിസ്ഥാനപരമായ നയം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുകയും നമ്മുടെ കുട്ടികളെ കേരളത്തിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക മാത്രമല്ല കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അവിടെ അമിതമായ രാഷ്ട്രീയം ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുവരില്ല. സംഘവൽക്കരിക്കാൻ ശ്രമം നടത്തിയാൽ ശക്തിയുക്തം പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ എതിർക്കും. അതേസമയം യൂണിവേഴ്സിറ്റികളുടെ നിഷ്പക്ഷത നിലനിർത്താനും അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കാനുമായിരിക്കും ഞങ്ങളുടെ മുൻഗണന. ശരൺകുമാർ, അവസാനമായി വളരെ ചെറിയ ഉത്തരം. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് പറ്റില്ല എന്ന നിലപാട് ഗവർണറുമായി ബന്ധപ്പെട്ട് അടക്കം സ്വീകരിച്ചാൽ പിന്തുണയ്ക്കുമോ നിങ്ങൾ? സർവകലാശാലകളെ സംഘവൽക്കരിക്കാനുള്ള ഏതു നീക്കത്തിനെയും ഞങ്ങൾ ശക്തമായിട്ട് ചെറുക്കും. അതിന് യോജിക്കുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിക്കും. പക്ഷെ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച, ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ, സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ സവക്കറെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ച ആള് ഇതേപോലെ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ച, സ്വാതന്ത്ര്യ സമരമായിട്ട് സഹകരിക്കാത്ത ഗോവക്കരുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയി അങ്ങ് വളഞ്ഞു നിന്ന, കുനിഞ്ഞു നിന്ന, അങ്ങ് താണു വളർന്ന് വിളക്ക് കത്തിച്ച ആളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുകയോ? ഇപ്പൊ ഇവിടെ പറഞ്ഞു പണ്ട് SFI ആയിരുന്ന ഒരാൾ ഇപ്പൊ ചാൻസലറായി വന്നപ്പോ അങ്ങനെ പ്രസാദ് പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരായിരുന്നു? ഈ സംസ്കൃത സർവകലാശാലയിൽ കോൺഗ്രസിന്റെ പാനലിൽ വന്ന ആളല്ലേ? VC ആയിരുന്നു, PSC ചെയർമാൻ ആയിരുന്നു, ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തെരഞ്ഞെടുത്ത പ്രമീള ദേവി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ? ഇപ്പൊ BJP ആയിട്ട് മാറി. പല ഘട്ടത്തിൽ പോലും അത്തരത്തിൽ തീരുമാനം എടുക്കുന്നവരുണ്ടാവും. പക്ഷെ അത് വെച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയല്ല. അങ്ങനെ ഗോൾവർക്കറുടെ അടുത്ത് പോയി കുനിഞ്ഞു നിന്നയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ പറ്റൂ എന്ന് അറിയാം. ഒരു വാക്ക് പോലും ചാൻസലർക്കെതിരെ മിണ്ടിയിട്ടില്ല. ഈ പ്രസ്താവനയിൽ, ഇന്നലെ ഇറക്കിയ പ്രസ്താവനയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിശക്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘവൽക്കരിക്കുന്ന നീക്കത്തിനെതിരെ ഞങ്ങൾ പോരാടും.